ഇവിടെ നിന്ന് തന്നെ പുറകിലാണ് ആംബുലൻസ്. ഉണ്ടോ ഇതുപോലുള്ള പല പ്രശ്നങ്ങളും ഇവിടെ വരും. നോക്കി വണ്ടി ഓടിച്ചില്ലെങ്കിൽ ഒത്തിരി നാളായി ഈ ചാനലൊരു വീഡിയോ ഇട്ടിട്ട്. അത് പല ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും ഇടാൻ പറ്റാഞ്ഞതാണ്. അപ്പോൾ ഞാനിപ്പോൾ നിലവിൽ ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത്. കേരളത്തിൽ നിന്ന് പറിച്ചു നട്ടു. യാത്രകളൊക്കെ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷേ ജീവിതമല്ലേ, നമുക്ക് മുന്നോട്ട് പോകാതെ പറ്റില്ലല്ലോ. അങ്ങനെ ജീവിതം എന്നെ ബാംഗ്ലൂർ എത്തിച്ചിരിക്കുകയാണ്. സോ ഇപ്പോൾ ഞാൻ ബാംഗ്ലൂരിലെ ഹോസ റോഡ് എന്ന് പറയുന്നൊരു റോഡ് വഴിയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹോസ റോഡിൽ നമ്മൾ നേരെ പോകുന്നത് ഹോസൂർ റോഡിലേക്കാണ്. അവിടെ നിന്ന് നേരെ കുറമംഗല, അവിടെയാണ് എൻ്റെ ഓഫീസ്. അപ്പം ഞാൻ ജസ്റ്റ് ഓർത്തു ഇതൊക്കെ ഇനി രക്ഷയുള്ളൂ. പിന്നെ തീർച്ചയായിട്ടും യാത്രകളുടെ വീഡിയോ ഉണ്ടാവും. ബാംഗ്ലൂർ ഒത്തിരി സ്ഥലങ്ങൾ വൺ ഡേയിൽ പോയി വരാനുള്ളതുണ്ട്. അത് പിന്നീടുണ്ടാവും. ഇപ്പോൾ എന്തായാലും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുറമംഗലയിലേക്കാണ്. ബാംഗ്ലൂരിൻ്റെ ഓൾമോസ്റ്റ് ഒരു ടൗൺ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ടൗണിലല്ല, ഞാനിപ്പോൾ നിൽക്കുന്നത് ഇലക്ട്രോണിക് സിറ്റി എന്ന് പറഞ്ഞ ഭാഗമാണ്. അതായത് ബാംഗ്ലൂരിൽ നിന്ന് ഒരു 15 കിലോമീറ്ററോളം മാറിയിട്ടാണ്. അതും ഒരു ബാംഗ്ലൂരിൻ്റെ ഒരു വേറൊരു IT ഹബ്ബ് വേണമെങ്കിൽ പറയാം, ഇലക്ട്രോണിക് സിറ്റി സൈഡ്. ഈ കാണുന്നത് ഫ്ലൈ ഓവറും ഈ കാണുന്ന മെട്രോയുമാണ്. ഇതിന് ഇലക്ട്രോണിക് സിറ്റി ഫ്ലൈ ഓവർ എന്നാണ് പറയാം. ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് സിൽബോർഡ് എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ ഉണ്ട്. അവിടം വരെ ഈ ഫ്ലൈ ഓവർ ഉണ്ട്. അതിന് തൊട്ട് മുമ്പ് വരെ ഈ ഫ്ലൈ ഓവർ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിവേഗം പോകേണ്ടവർക്കൊക്കെ ആ ഫ്ലൈ ഓവറിൽ പോകാം. 2 വീലേഴ്സിന് 25 രൂപയും 4 വീലേഴ്സിന് 60 രൂപയും അങ്ങനെ തോന്നും. നല്ല ബിഗ് ട്രാഫിക്കിലൊക്കെ നമുക്ക് വളരെ ഉപകാരപ്രദമാണ് ഇങ്ങനത്തുള്ള എലിവേറ്റഡ് ഹൈവേസ്. ഞാനെൻ്റെ ബുള്ളറ്റ് 500ലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവനായിരുന്നു എൻ്റെ സന്തത സഹചാരി. എനിക്കിപ്പോൾ വേറൊരു വണ്ടി കൂടി ഉണ്ട്, പക്ഷേ ഞാൻ മിക്കപ്പോഴും ഇവനെ തന്നെ എടുക്കാറ്. എനിക്കിപ്പോൾ ഉള്ളത് G36 ആണ്. അത് ഒരു ഹൈ റൈവിംഗ് വണ്ടിയാണ്. സോ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. പെട്രോൾ ഹെഡ്സിനൊക്കെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഈ രണ്ട് ഫീലിങ്സും ഒറ്റയടിക്ക് പറഞ്ഞപ്പോൾ തന്നെ. അടുത്ത് തന്നെ പല യാത്രകൾ പോകണമെന്നാണ് ആഗ്രഹം. വൺ ഡേ ട്രിപ്പ്. ഇവിടെ നിന്ന് 70 കിലോമീറ്റർ ചുറ്റളവിലൊക്കെ ഒരുപാട് സ്പോട്ടുകളുണ്ട് ഈ ബാംഗ്ലൂർ തന്നെ. ബാംഗ്ലൂർ ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ തമിഴ്നാടിൻ്റെയും കർണാടകയുടെയും ബോർഡറായിട്ടൊക്കെ വരും. ഇവിടെ നിന്ന് ഒരു 25 കിലോമീറ്റർ മാറി കഴിഞ്ഞാൽ ഹോസൂർ എന്ന് പറഞ്ഞ സ്ഥലത്തും. ഹോസൂർ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ തമിഴ്നാടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങോട്ടേക്കും വൺ ഡേ ട്രിപ്പുകൾ പോകാം, ഇങ്ങോട്ടേക്കും നമുക്ക് വൺ ഡേ ട്രിപ്പുകൾ പോകാം. കർണാടകയുടെ ആ സൈഡിലേക്കും കർണാടകയുടെ ഈ സൈഡിലേക്കും. അപ്പോൾ ചാനലിൽ അങ്ങനെയുള്ള യാത്രകൾ പ്രതീക്ഷിക്കാം. ഞാനും ഒരുപാട് പ്രതീക്ഷയിലാണ്. ഈ പോകുന്ന വഴിയിൽ കുഞ്ഞു സിഗ്നൽസൊക്കെ ഉണ്ട്. കുഞ്ഞു സിഗ്നലല്ല, സിഗ്നൽ വീഴുമ്പോൾ ആ സിഗ്നൽ പതുക്കെ വലുതാവും. ഇവിടുത്തെ ബാംഗ്ലൂരിലെ വണ്ടിപ്പെരുപ്പം ഭയങ്കരമാണ്. അപ്പോൾ 1 മിനിറ്റിനുള്ളിൽ തന്നെ ഒരു 100 വണ്ടി വന്ന് നിറയും. ഉണ്ടോ ഇതുപോലുള്ള പല പ്രശ്നങ്ങളും ഇവിടെ വരും. നോക്കി വണ്ടി ഓടിച്ചില്ലെങ്കിൽ ഒന്നാമത് KL വണ്ടികളോട് ഇവിടുത്തെ പോലീസുകാർക്കൊക്കെ ഒരു പ്രത്യേക പ്രിയമാണ്. അത് ഇവിടെ ജീവിക്കുന്നവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. ഈ ഒരു തണലൊക്കെ കിട്ടുമ്പോൾ നല്ല രസമുണ്ട്. കാരണം ബാംഗ്ലൂർ പൊതുവെ തണുപ്പാണ്. പക്ഷേ ഇപ്പം ഇവിടെ മൺസൂൺ ആയതുകൊണ്ട് ഭയങ്കര ചൂടാണ്. കഴിഞ്ഞ തവണ ഡിസംബറിൽ തണുപ്പ് ഒരുപാട് കൂടുതലായിരുന്നു. അതുകൊണ്ടാണെന്നാണ് എല്ലാവരും പറയണത് ഇപ്പോഴത്തെ ചൂട് ഭയങ്കര കൂടുതലായത് കാരണം അത് തന്നെയാണെന്ന്. അല്ലായിരുന്നെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇത്ര ഹീറ്റ് ഫീൽ ചെയ്യില്ല. ഇപ്പോൾ കൃത്യം നമ്മൾ തണലിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. നാട്ടിലെ ഇവിടുത്തെ ചൂട് ഇപ്പോൾ ഓൾമോസ്റ്റ് അല്ല എക്സാക്ട് സെയിം എന്ന് തന്നെ പറയാം. കാരണം പുറത്തുള്ള ചൂട് കേട്ടോ. പിന്നെ ഹ്യൂമിഡിറ്റി ഉള്ളത് കൊണ്ട് നമ്മുടെ നാട്ടിൽ കുറേ ചൂട് കൂടുതൽ അനുഭവപ്പെടുന്നതാണ്. ആക്ച്വലി ടെമ്പറേച്ചർ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും 32 ഡിഗ്രി തന്നെയാണ്. 32-33 ഡിഗ്രിയാണ്. ഇപ്പോൾ എൻ്റെ വീട് കൊച്ചിയാണ്. കൊച്ചിയിൽ എറണാകുളത്ത് 32 ഡിഗ്രി, ബാംഗ്ലൂർ 32 ഡിഗ്രി. സോ സെയിം ചൂടാണ്. എവിടെ നിന്ന് ഒരു ആംബുലൻസിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. പുറകിൽ നിന്നും തോന്നുന്നു. പക്ഷേ ഇപ്പോൾ ട്രാഫിക് കുറവായതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ പുറകിലാണ് ആംബുലൻസ്. എന്ത് ചെയ്യാനാണ്? മാറ്റാൻ പറ്റില്ല. നമ്മൾ ഒതുക്കി കൊടുത്തേക്കാം. പക്ഷേ ഞാൻ ഒതുക്കി കൊടുത്തിട്ട് ഒരു കാര്യമില്ല, വണ്ടി പോവില്ല.
ഇതൊക്കെ റൈറ്റിലേക്ക് പോകുന്ന വണ്ടിയാണ്. ഭാഗ്യം അവിടെ വരെ കയറിപ്പോയത്. ഇനി ഇതിൻ്റെ പുറകെ പോകാനും കുറേ പേര് കാണും. ഇതാ അപകടം വിളിച്ചു വരുന്ന പോക്കാണത്. ഈ വണ്ടികളുടെ എണ്ണം കൂടുതലുള്ളതുകൊണ്ട് തന്നെ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒതുക്കാൻ പറ്റില്ല. നമുക്ക് ആളുകളും തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. ആംബുലൻസ് ഹോണടിക്കാം, സൈറനിടാന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഇവിടെ. ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോഴും ഞാൻ ഇതുപോലൊരു ആംബുലൻസ് കണ്ടു. പക്ഷേ എന്ത് ചെയ്യാനാണ്, ആരും ആംബുലൻസ് പുറകെ ഇങ്ങനെ സിഗ്നലിൽ കിടക്കുമായിരുന്നു, വേറെ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. മെയിൻ ടൗണിൻ്റെ ഉള്ളിൽ കാണുന്ന ഒരു ഭംഗിയുള്ളൊരു ഏരിയയാണിത്. ഇതുപോലെ പൂക്കളും സൈഡിൽ പൂക്കൾ, നല്ല തണൽ. ആക്ച്വലി ഇവിടെ പണ്ട് ഒരു 10-20 കൊല്ലം മുന്നേ ഒക്കെ ഇതുപോലത്തെ ഒരു ഫീലായിരുന്നാണ് പറയുന്നത് ബാംഗ്ലൂർ ഫുള്ള്. ഇത്രയെല്ലാം വികസനങ്ങളും ഇത്രയും ജനപരിഭവമൊന്നും ഉണ്ടാവുന്നതിന് മുന്നേ ഒത്തിരി പൂക്കളൊക്കെ നിറഞ്ഞ ഒരുപാട് മരങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ ആയിരുന്നു ബാംഗ്ലൂർ. നല്ല സുഖമാണ് കേട്ടോ. ഇപ്പം ബാംഗ്ലൂരിൽ നോർമലായിട്ടുള്ളൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ ഹ്യൂമിഡിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള തണലുള്ള സ്ഥലങ്ങളിലൂടെ പോകുമ്പോഴത്തേക്കും ഇവിടെയൊക്കെ നല്ല തണുപ്പായിരിക്കും. ഇപ്പം എൻ്റെ ദേഹത്തിലൊക്കെ തണുത്ത കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഫീലിൽ വണ്ടി ഓടിക്കാൻ അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ഇപ്പോൾ സമയം ഏതാണ്ട് 3:15, പക്ഷേ സ്റ്റിൽ നല്ലൊരു വ്യൂ ആണ്. നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോഴത്തേക്കും മനസ്സിന് കുളിർമയും കൂടി വേണമല്ലോ. ഈ ചൂടിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ആശ്വാസം എന്ന് പറഞ്ഞ പോലെ ഇതാണ് ആ ഒരു ചെറിയ ആശ്വാസം. എന്താ തണലിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇവിടെ സിഗ്നൽ വേണോ? ഓക്കെ, വണ്ടി വളയ്ക്കാൻ വേണ്ടി നിർത്തിയതാണ്. ആരും തന്നെ നിർത്തില്ല, ഞാനും പിന്നെ നിർത്തേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ ഒരുപാട് ട്രാഫിക് വയലേഷൻസ് നടക്കും കേട്ടോ. നമ്മുടെ നാട് പോലെയല്ല വയലേഷൻ. ഒന്നാമത് ഒരുപാട് റോഡുകളും പോക്കറ്റ് റോഡുകളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാം ഒന്നും ചെക്ക് ചെയ്യാനും പോലീസിന് സാധിക്കണമെന്നില്ല. പക്ഷേ AI ക്യാമറകളോ അങ്ങനെയുള്ള ഫൈനുകളോ കാര്യങ്ങളൊന്നും ഇവിടെ അധികം ഇല്ല. ഇനി വേറെ ഏതെങ്കിലും സ്ഥലങ്ങളുണ്ടെന്ന് അറിയില്ല, ഞാൻ പോയിട്ട് ഇന്നുവരെ കണ്ടിട്ടില്ല. എല്ലാവരും തന്നെ വയലേറ്റ് ചെയ്യും. ഇപ്പോൾ റെഡ് സിഗ്നൽ വീണാൽ തന്നെ ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 20 സെക്കൻഡ്, ഒരു മിനിമം 10 സെക്കൻഡെങ്കിലും കുറച്ച് വണ്ടികൾ പോകാണ്ടിരിക്കില്ല. എന്നിട്ടേ അവർ സ്റ്റോപ്പ് ചെയ്യുള്ളൂ. പിന്നെ ഇടയിൽ കൂടെ എൻ്റെ വണ്ടി കയറും 4x4 കോമ്പസ് കിടപ്പുണ്ട്. നോക്കിയും കണ്ട്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മൾ നോക്കിയും കണ്ട് വണ്ടി ഓടിച്ചില്ലെങ്കിൽ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും ഇവിടെ. വേറൊരാളുടെ പ്രശ്നമാണെങ്കിൽ കൂടി നമ്മുടെ വണ്ടി വന്നൊന്ന് തട്ടിക്കഴിഞ്ഞാൽ KL നമ്പർ പ്ലേറ്റ് കൊണ്ട് കണ്ടു കഴിഞ്ഞാൽ തീർന്നു പരിപാടി. ഭയമല്ല, ഇതൊരു കരുതലാണ്. അല്ലെങ്കിൽ നമ്മുടെ സമയനഷ്ടം, ധനനഷ്ടം, മാനഹാനി എല്ലാം വരും. വെറുതെ എന്തിനാ നമ്മളതെല്ലാം വിളിച്ചു വരുത്തണേ? കണ്ടപ്പോൾ മനസ്സിലായില്ല. വണ്ടിയുടെ പവർ കാരണം ബാക്ക് ടയർ ഒന്ന് സ്കിഡായി. 500 ആണേ, ക്ലച്ച് പുതിയതാണേ. അപ്പോൾ നമ്മൾ ഓഫീസിലേക്ക് അടുക്കുകയാണ്. ഓഫീസിനകത്തൊന്നും ക്യാമറയൊന്നും അലൗഡ് അല്ല. ഞാൻ ഓഫീസിലെത്തി. രാത്രിയത്തെ കാഴ്ചകൾ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. റോഡിൻ്റെ സൈഡിൽ നിർത്തിയിട്ട് ഞാൻ പതുക്കെ ക്യാമറ ഹെൽമെറ്റിൽ ഘടിപ്പിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഇതാണ് നമ്മുടെ ഹോസൂർ റോഡ്. ഇപ്പോൾ സമയം 4:30. അപ്പോൾ ഞാൻ നേരെ ഇനി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇത്തവണയും ഫ്ലൈ ഓവർ കയറിയില്ല. കാരണം ഫ്ലൈ ഓവർ കയറി കഴിഞ്ഞാൽ നമുക്കൊരു സാധനങ്ങളും മേടിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ വൈകുന്നേരം വീട്ടിലേക്ക് ചായക്ക് കുറച്ച് കടി മേടിക്കാനായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഞാനങ്ങ് ഇലക്ട്രോണിക് സിറ്റി എത്തിയിട്ട് എനിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. സോ ഈ NHൻ്റെ സൈഡിൽ ഫുള്ള് ഈ സർവീസ് റോഡിൽ മാത്രമേ കടകൾ നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ളൂ. സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ. കാരണം ഈ ഫ്ലൈ ഓവർ ഒരു 10-14 കിലോമീറ്റർ എന്താണ് നീണ്ടു കിടക്കുന്ന ഫ്ലൈ ഓവറാണ്. അപ്പോൾ അത്രയും ദൂരത്തേക്ക് പോകുമ്പോൾ ഈ തിരക്കുള്ള സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ആ വഴി പോകാൻ ഭയങ്കര സുഖമാണ്, കൺവീനിയൻ്റ് ആണ്. കാരണം ഒരു തിരക്കില്ല. 60-80 സ്പീഡ് ലിമിറ്റെങ്കിലും എല്ലാവരും 100-ന് മുകളിൽ കയറി പോകും. നമുക്കും കയറി പോവാം പതുക്കെ. അപ്പോൾ ബുള്ളറ്റിൽ ഞാൻ ഒരിക്കലും അത് റെക്കമെൻഡ് ചെയ്യില്ല. ബുള്ളറ്റിലൊരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഹൈവേയിലെ ക്രൂസ് ചെയ്ത് പോകുമ്പോൾ ഒരു 80-ലൊക്കെ പോവാം. കാരണം പെട്ടെന്നൊരു അപകടം എന്തെങ്കിലും മുന്നിൽ കണ്ടാൽ പിടിച്ചു നിർത്തണമല്ലോ. ഞാനിപ്പം
ഇവിടെ ഇപ്പം സംസാരിച്ചുകൊണ്ടൊന്നും പോകാൻ പറ്റില്ല, സംസാരിച്ച് വന്നതും കൂടി മാത്രമേ വൈകുന്നേരം ആയതുകൊണ്ട് തിരക്ക് പതുക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഓഫീസിൽ നിന്ന് വീട്ടിലേക്കൊക്കെ പോകുന്നൊരു സമയമൊക്കെയാണിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പതുക്കെ ഒരു സർവീസ് റോഡ് പിടിക്കാൻ പോകാതെ അവിടെ ഒരു എൻട്രൻസ് ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു 1 ഡേ ട്രിപ്പ് ഉടൻ തന്നെ ഉണ്ടാവും. അതിൻ്റെ ഒരു നല്ല വ്ളോഗായിട്ട് ഞാൻ വരാം. ഞാൻ എൻ്റെ വണ്ടി ഒന്ന് റെഡിയാകാൻ വേണ്ടി കാത്തുക. ഞാൻ തന്നെയാണ് സർവീസും കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് എനിക്ക് സമയം കിട്ടുന്ന പോലെ ഞാനത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ G3 10RR അത്യാവശ്യം നല്ല പണിയുണ്ട്. വിച്ച് മീൻസ് അതിൻ്റെ ബ്രേക്ക് പാഡും ജനറൽ സർവീസ് എല്ലാം ചെയ്യണം. ഓയിലൊക്കെ മാറണം, കൂളൻ്റ് മാറണം, ഒത്തിരി പണിയുണ്ട്. 2 വർഷം സർവീസാണ്. അപ്പോൾ നിലവിലത് മുടങ്ങി കിടക്കുവാണ്. അപ്പോൾ ഞാൻ ഉടൻ തന്നെ അത് സർവീസ് ചെയ്യും. അപ്പം അത് സർവീസ് ചെയ്തതിന് ശേഷം ട്രിപ്പ് പോകാനുള്ള പരിപാടിയാണ്. അപ്പം എൻ്റെ റൈഡിങ് ഗിയറും മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് പൊടി തട്ടിയെടുത്ത് ഒന്ന് സെറ്റാക്കി വെക്കാൻ ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതൊന്ന് എല്ലാം ഒന്ന് റെഡി ആയിട്ട് ആയിരിക്കും ട്രിപ്പ് പോവുക. ഇവനൊക്കെ സൂചിക്കാരനടുത്ത് ഉലക്കാരൻ്റെ ടീമാണ്. ഇപ്പോൾ ഇവിടെ മാമ്പഴത്തിൻ്റെ സീസണുണ്ട്. ഇഷ്ടം പോലെ മാമ്പഴമുണ്ട് ഇവിടെ. ആഹാ, ഞാനിങ്ങനെ ഇഹി എന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. സർവീസ് റോഡ് വന്നാലുള്ളൊരു ഗുണം, ഞാൻ ആദ്യം പറഞ്ഞ ഗുണമാണ് ഇത് കാണുന്നത്. കണ്ടോ, എന്ത് സന്തോഷം. ഇവിടെ ഇത്ര ഭംഗിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്നത് എൻ്റെ അറിവിൽ ഇത് ഗവൺമെൻറ്റും ഇവിടെയുള്ള കമ്പനികളും കൂടി ചേർന്ന് നിർമ്മിച്ച റോഡുകളും ഹാൻഡ് റെയിൽസ്, നടപ്പാതകൾ അതെല്ലാം അങ്ങനെ നിർമ്മിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇത് ഇത്ര ക്വാളിറ്റിയിൽ കിടക്കുന്നത്. ബാംഗ്ലൂരിൻ്റെ വേറൊരു വശമുണ്ട്. ആക്ച്വലി നമ്മളെല്ലാവരും ബാംഗ്ലൂരിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ വെൽക്കം ടു ബാംഗ്ലൂർ അതാണല്ലോ ഓർമ്മ വരുന്നത്. അതെല്ലാം ഒരു സൈഡിലുണ്ടെങ്കിൽ കൂടി റോഡുകൾ മഹാമോശമാണ്. അത് ഇവിടുത്തെ ഗവൺമെൻറ്റിന് എതിരെ ഇവിടുത്തെ ജനങ്ങളെല്ലാം പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ എൻ്റെ ബാംഗ്ലൂരിലെ സുഹൃത്തുക്കൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് പറയണത് ഇവിടുത്തെ ഓരോ വീട്ടിലുള്ള ഓരോ സ്ത്രീകൾക്കും 2000 രൂപ വെച്ച് മാസം കൊടുക്കും. അത് സ്ത്രീ അയച്ചാൽ മതി, വേറെ ജോലിയോ അല്ലെങ്കിൽ ഒരു കാസ്റ്റ് ഡിഫറൻസോ അങ്ങനെ കാര്യങ്ങളൊന്നുമല്ല, ആയാൽ മതി. അപ്പോൾ ഒരു കുടുംബത്തിൽ 4 സ്ത്രീകളുണ്ടെങ്കിൽ 4 പേർക്കും കൂടി 4, 2, 8 8000 രൂപ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം പൈസ കൊടുക്കുന്നതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ പൈസ ഇല്ല റോഡ് പണിയാനാണ് പറയുന്നതെന്നാണ് എൻ്റെ ഫ്രണ്ട്സ് പറയണത്. അപ്പോൾ അതൊക്കെ കുറച്ച് കോമഡിയാണ്. കാരണം ഇതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം. ഒരു ആംബുലൻസ് വന്നാൽ തന്നെ അതിന് സ്പീഡ് പോകണമെങ്കിൽ നല്ല റോഡ് വേണമല്ലോ. അപ്പോൾ അതിവർ ചെയ്യുന്നില്ല. ഉൾറോഡുകളെല്ലാം മഹാമോശമാണ്. ആകെ നല്ല റോഡെന്ന് പറയാനായിട്ട് ഹൈവേകൾ മാത്രമാണ്. പിന്നെ ഞാനിപ്പോൾ കാണിച്ചു പിടിക്കുന്ന പോലെ 2 പേർക്കും കൂടി ഗവൺമെൻറ്റും സ്ഥാപനങ്ങളും കൂടി പ്രൈവറ്റ് സ്ഥാപനങ്ങളും കൂടി ചേർന്ന് നടത്തുന്ന റോഡുകൾ ഒന്ന് നല്ലതായിരിക്കും. അപ്പോൾ പറഞ്ഞ പോലെ മറുപടിയും സന്ധിക്കുമ്പോഴേക്കും വണക്കം ഇല്ല. അപ്പോൾ പറഞ്ഞ പോലെ മറുപടിയും സന്ധിക്കുമ്പോഴേക്കും വണക്കം.